ഹായ് എവ്രി വൺ, എല്ലാവരും സെറ്റല്ലേ? സുഖല്ലേ? സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ എവിടെ എത്തി? നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കിങ്ഡം മൊണീറ കഴിഞ്ഞല്ലേ? മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കിങ്ഡം മൊണീറ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് ഏത് കിങ്ഡത്തിലേക്കാണ് പോകേണ്ടത്? കിങ്ഡം പ്രോട്ടിസ്റ്റാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിങ്ഡം ആണ്. വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കുറേ ഓർഗാനിസംസ് ഉള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഓർഗാനിസംസ് ഉള്ള അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. സോ മൂവിങ് ടു ദ ടോപ്പിക് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ മേജർ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തായിരുന്നു? ഓൾ ദ ഓർഗാനിസംസ് ആർ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്, ഓൾ സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ്, സിംഗിൾ സെൽഡ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉള്ളത്. മെമ്പേഴ്സ് ആർ പ്രൈമറിലി അക്വാട്ടിക്. അവർ അക്വാട്ടിക് ആണ്. ഏറ്റവും കൂടുതൽ അക്വാട്ടിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റാണ് നമുക്ക് കാണുക പ്രോട്ടിസ്റ്റിനെ. പ്രോട്ടിസ്റ്റ് പിന്നെ ഒരു എസ് കൊടുത്താൽ പ്രോട്ടിസ്റ്റ കിങ്ഡത്തിലുള്ള ഓർഗാനിസത്തിനെ അങ്ങനെയാണ് നമ്മൾ വിളിക്കുക, പ്രോട്ടിസ്റ്റ്. ദിസ് കിങ്ഡം ഫോം എ ലിങ്ക് വിത്ത് ദ അതർ ഡീലിംഗ് വിത്ത് പ്ലാന്റ്സ്. അതായത് മറ്റുള്ള പ്ലാന്റ്സിനെയും അനിമൽസ് ആൻഡ് ഫംഗൈ, പ്ലാന്റ്സ് അനിമൽസ് ഫംഗൈ ഇവർ തമ്മിലുള്ള ഒരു ലിങ്ക് ഫോം ചെയ്യുന്ന ആളാണ് ഈ പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയ്ക്ക് ആക്ച്വലി പ്രോട്ടിസ്റ്റ പ്ലാന്റ് ലൈക്ക് പ്രോട്ടിസ്റ്റകളുണ്ട്, അനിമൽ ലൈക്കും ഉണ്ട്. അനിമൽസിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ, പ്ലാന്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ, ഇങ്ങനെ ഒരു ലിങ്ക് ഫോം ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് പ്രോട്ടിസ്റ്റ. നമുക്കൊരു ബ്രിഡ്ജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാർ. സെൽ ബോഡി കണ്ടെയ്ൻ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് അത് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് എടുത്തു പറയാൻ കാരണം? ബിക്കോസ് ദേ ആർ യൂക്കാരിയോട്സ്. നമ്മൾ പ്രോകാരിയോട്ടിക് ഗ്രൂപ്പായിട്ടുള്ള നമ്മളെ മൊണീറ കഴിഞ്ഞ് നമ്മൾ യൂക്കാരിയോട്ടിക് ഗ്രൂപ്പിലേക്ക് കടക്കുവാണ്. ഇനി അങ്ങോട്ട് മുഴുവൻ യൂക്കാരിയോട്സ് ആണ്. സോ ഇനി അങ്ങോട്ട് മുഴുവൻ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരായിരിക്കും, വെൽ ഡിഫൈൻഡ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉള്ള ആൾക്കാരായിരിക്കും. സം ഹാവ് ഫ്ലജല്ല ഓർ സിലിയ. ഞാൻ മൊണീറ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലർക്ക് മോട്ടൈലാണെങ്കിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഫ്ലജല്ല ഉണ്ടാവും. ആസ് യു ക്യാൻ സീ ഹിയർ, ഇവർക്ക് എന്താ ഈ ഒരു സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചർ കമ്മിങ് ഔട്ട് ഓഫ് ദ ബോഡി ഓഫ് പ്രോട്ടിസ്റ്റ. അവരുടെ ബോഡീൻ്റെ പുറത്തേക്ക് വരുന്ന ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ, ഇതിനെയാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ആൻഡ് സം ഹാവ് സിലിയ ആർ സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചർ. ഫ്ലജല്ല ഓർ സിലിയ അല്ല, ആക്ച്വലി ഇറ്റ്സ് ഫ്ലജല്ല. ആൻഡ് ചിലവർക്ക് ഫ്ലജല്ല ഉണ്ടാവും, ചിലവർക്ക് സിലിയ ഉണ്ടാവും. അതാണ്, അല്ലാതെ ഫ്ലജല്ല അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരല്ല സിലിയ. ഓക്കെ, അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. സം ഹാവ് ഫ്ലജല്ല, ചിലർക്ക് സിലിയ ഉണ്ടാവും. ഫ്ലജല്ല ലോങ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ കമ്മിങ് ഔട്ട് ഓഫ് ദ ബോഡി. സിലിയ ആർ സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആസ് യു ക്യാൻ സീ ഹിയർ. ഞാൻ സൂം ചെയ്യാം. കണ്ട സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഈ സിലിയ എന്ന് പറയുന്നത്. ഞാൻ മൊണീറ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ലോങ് ഹെയർ ലൈക്ക് സ്ട്രക്ചർ. നമ്മളെ മുടി നോക്കുകയാണെങ്കിൽ ഹെയർ കുറച്ചും കൂടി ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ സോ നമുക്ക് ഫ്ലജല്ലായിട്ട് കമ്പയർ ചെയ്യാം. ഇനി നമ്മുടെ രോമം ആണെങ്കിൽ സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലേ, സ്മോൾ അല്ലേ, ലെങ്ത് കുറവല്ലേ, അതിനെ നമുക്ക് സിലിയ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. സോ സിലിയ ഉണ്ടാവും ചിലർക്ക് ഫ്ലജല്ല ഉണ്ടാവും. സോ ഇതാ ഇവിടെ കാണിച്ചുള്ള ഇതിന് സിലിയ അല്ലേ ഉള്ളത്, ഇതിന് സിലിയ അല്ലേ, ഇതിന് ഫ്ലജല്ല അല്ലേ ഉള്ളത്, ഇതിന് ഫ്ലജല്ല അല്ലേ. സോ പ്രോട്ടിസ്റ്റയിലുള്ള ടിപ്പിക്കൽ ഓർഗാനിസത്തിൻ്റെ ഒരു സിമ്പിൾ പിക്ചറാണ് ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ റീപ്രൊഡക്ഷൻ. ദേ റീപ്രൊഡ്യൂസ് സെക്ഷുവലി ബൈ എ പ്രോസസ് ഇൻവോൾവിങ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. സൈഗോട്ട് ഫോർമേഷനും നടക്കുന്നുണ്ടാവും, സെൽ ഫ്യൂഷനും ഉണ്ടാവും. മൊണീറയിൽ ഏതായിരുന്നു? സെൽ ഫിഷൻ ആയിരുന്നു അല്ലേ, സെൽ ഫിഷൻ ആയിരുന്നു മൊണീറയിൽ. പിന്നെ ഒരു DNA ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ചിലവർ എക്സ്ട്രീം കണ്ടീഷനിൽ എന്താവും, അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോർസ് ഉണ്ടാക്കും. ഇവിടെയാണെങ്കിലോ സെൽ ഫ്യൂഷൻ ആണ്, സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സെൽ ഫിഷനും സെൽ ഫ്യൂഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫിഷൻ എന്ന് പറഞ്ഞാൽ 1 2 ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ചേർന്ന് ഒട്ടിയിട്ട് 1 സെൽ ഫിഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. ഇങ്ങനെ ഒട്ടിയിട്ട് ഇതാകുമ്പോൾ ഇതൊരു സൈഗോട്ടായിട്ട് ഡെവലപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, സൈഗോട്ട്സ്. ഓക്കെ, ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റനെ നമുക്ക് 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ മൊണീറേനെ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റനെ നമുക്ക് എന്താക്കാം? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗത്ത്സ്, പ്രോട്ടോസോയൻസ്. ഏതൊക്കെയാണ്? 5 എണ്ണം. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗത്ത്സ് ആൻഡ് പ്രോട്ടോസോയൻസ്. ഓക്കെ,
അതിൽ ആദ്യത്തെ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് പോയാലോ? നമ്മൾ ക്രൈസോഫൈറ്റ്സിനെയാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. പിന്നെ ഡൈനോഫ്ലജലേറ്റ്സ് നോക്കാം, പിന്നെ യൂഗ്ലിനോയിഡ്സിനെ നോക്കാം. ഓക്കെ, അങ്ങനെ ഓർഡറിൽ അങ്ങോട്ട് പോവാട്ടോ. ആദ്യം ക്രൈസോഫൈറ്റ്സ്. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ ഡയാറ്റംസും ഗോൾഡൻ ആൽഗയുമാണ്. ഇവിടെയും നമ്മൾ മുന്നേ നമ്മളൊരു സൈനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറഞ്ഞു. ഇവിടെ ഗോൾഡൻ ആൽഗ. ഇവർ ആൽഗയല്ല, ഡെസ്മൈറ്റ്സ് എന്നും വിളിക്കും. ഓക്കെ, ബ്ലൂ ഗ്രീൻ ആൽഗ അല്ല, ഓക്കെ, ഗോൾഡൻ ആൽഗ അല്ല. ഓക്കെ, ഡെസ്മൈറ്റ്സ് അത് വേറൊരു പേരാണ്. ഇവർ ആൽഗെ എന്ന് പറയുന്നത് നമ്മളെ പ്ലാന്റ്സിൽ വരുന്ന ആൾക്കാരാണ്. സോ ആൽഗെ എന്നുള്ള പേരുണ്ടെങ്കിലും ഇവർ ആൽഗെ അല്ല. ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ഇവർ ഏതിൽ വരുന്നതാണ്? പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് അല്ലേ? മൊനീറ പ്രോട്ടിസ്റ്റയിൽ വരുന്ന ആരാണ്? മൊനീറ കഴിഞ്ഞിട്ട് പ്രോട്ടിസ്റ്റയിൽ. ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. ഡയാറ്റംസും ഗോൾഡൻ ആൽഗെ ആയിരിക്കും ഈ ക്രൈസോഫൈറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇനി എന്താണ് ഡയാറ്റം? അതാണ് ഈ ഡയാറ്റംസിലാണ് ഈ ഒരു ക്രൈസോഫൈറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഗോൾഡൻ ആൽഗേനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആർക്കാണ്? നമ്മുടെ ഡയാറ്റമിനാണ്. ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് മറൈൻ എൻവയോൺമെൻറ്റ്. ഫ്രഷ് വാട്ടറിലും കാണാം, മറൈൻ എൻവയോൺമെൻറ്റിലും കാണാം. സാധാരണയുള്ള ഫ്രഷ് വാട്ടേഴ്സിലും നമ്മളെ ക്രൈസോഫൈറ്റ്സ് കാണാം. ഇനി കടലിൽ പോയാലും കടലിലും ഉണ്ടാവും ക്രൈസോഫൈറ്റ്സ്. ദേ ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറണ്ട്. മൈക്രോസ്കോപ്പിക് ആണ്, ഓഫ് കോഴ്സ് മൈക്രോസ്കോപ്പിക് ആണ്. അവർ യൂണിസെല്ലുലാർ ആണല്ലോ, അപ്പോൾ പിന്നെ മൈക്രോസ്കോപ്പിക് ആണ്. ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറണ്ട്. ഫ്ലോട്ട് ചെയ്യും, ഒഴുകി നടക്കും. പാസീവ്ലി ഇൻ വാട്ടർ കറണ്ട്സ്, വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പരിപാടിയാണ് ഇവർക്കുള്ളത്. ഈ ഒഴുകി നടക്കുക എന്ന മീനിങ് വരുന്നത് കൊണ്ടാണ് ഇതിനെ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. പ്ലാങ്ക്ടൺ. ഓക്കെ, പ്ലാങ്ക്ടൺസ് ബെൻഡിക് ഫോംസും ഉണ്ടാവും, പ്ലാങ്ക്ടോണിക് ഫോംസും ഉണ്ടാവും. ഓക്കെ, പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്, ഒഴുകുക എന്നുള്ള ഒരു വേർഡിന് റെപ്രസെൻ്റ് ചെയ്യാനാണ് പ്ലാങ്ക്ടൺ എന്ന് കൊടുത്തിട്ടുള്ളത്. സോ ഇവർ എന്താണ്? മൈക്രോസ്കോപ്പിക് ആണ്, പാസീവ്ലി ഫ്ലോട്ട് അലോങ് വിത്ത് വാട്ടർ കറണ്ട്സ്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. അധികവും ഇവർ എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. എല്ലാം ഓൾ ഓഫ് ദം എന്ന് പറഞ്ഞിട്ടില്ല, മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. അധികം ആൾക്കാരും ഫോട്ടോസിന്തറ്റിക് ആണ്. ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് their own energy using photosynthesis from sunlight. ഇനി ഇവിടേക്കൊന്ന് നോക്കിക്കേ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു യു. നിങ്ങൾക്ക് ഇതിൽ നിന്നും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്, കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ് ഈ രണ്ടാൾക്കാരിലും? വാട്ട് ഈസ് കോമൺ ഇൻ ദീസ് ടു പിക്ചേഴ്സ്? ഈ രണ്ട് പിക്ചറിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് പറയുന്നത് ദയവ് ചെയ്ത് നിറമോ കളറോ അങ്ങനെയൊന്നും അല്ല, ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചിന്തിച്ച് നോക്കുക. ആർക്കെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഏതാണ്? ഇതിൽ രണ്ടാൾക്കും കോമൺ ആയിട്ടുള്ളത്, ഇത് സൈഡിൽ കാണിച്ചൊരു ടൂത്ത് പേസ്റ്റ് ആണ്. ഇതെന്താ മനസ്സിലായില്ല? പടക്കമൊന്നും പറയാം. ഡൈനാമൈറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഡൈനാമൈറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ടൂത്ത് പേസ്റ്റ്, എന്ത് ടൂത്ത് പേസ്റ്റോ ആയിക്കോട്ടെ, പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റ്. കിട്ടുന്നില്ല? നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം, ഇത്തിരി കഴിയട്ടെ, നമുക്കൊന്ന് റിവേഴ്സ് അടിച്ച് വരാം. ഓക്കെ, ഡയാറ്റമിനെ പറ്റി പറയുകയാണ്. ഇൻ ഡയാറ്റംസ് ദ സെൽ വോൾ ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്. സെൽ വോൾസ് ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്. രണ്ട് നേർത്ത ഓവർലാപ്പ് ചെയ്യുന്ന ഷെല്ലുകൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഡയാറ്റമിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ സോപ്പ് ബോക്സ്. ഒരു സോപ്പ് ബോക്സ്, സോപ്പ് പെട്ടിയില്ലടാ സോപ്പ് ഇട്ട് വെക്കുന്നേ, അതിൻ്റെ ആ ബോക്സ് പോലെ ഉള്ള രണ്ട് തിൻ ഓവർലാപ്പിംഗ് ഷെല്ല്. ഇതൊന്ന്, ഇതിൻ്റെ താഴെ ഒന്ന് ചെറുത്, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുക. അതാ കണ്ടോ, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇതിൻ്റെ സോപ്പ് പെട്ടീൻ്റെ മൂടി, ഇത് സോപ്പ് പെട്ടീൻ്റെ താഴെയുള്ള ഭാഗം, ഇതിൽ നമ്മൾ സോപ്പ് ഇട്ട് വെക്കും. എങ്ങനെയൊന്ന് വിചാരിച്ച് നോക്കിക്കേ. തിൻ ഓവർലാപ്പിംഗ് ഷെല്ല്. ഇങ്ങനെയാണ് ഡയാറ്റമിൻ്റെ സെൽ വോള് കാണുന്നത്. The walls are embedded with silica and thus the walls are indestructible. ഇവരെ നശിപ്പിക്കാൻ പറ്റില്ല. സിലിക്ക കൊണ്ടാണ്, സിലിക്ക ഡെപ്പോസിറ്റ്, സിലിക്ക ക്രിസ്റ്റൽസ്, വളരെ ഹാർഡായിട്ട് റഫി ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് സിലിക്ക എന്ന് പറയുന്നത്. സോ സിലിക്ക വെച്ചിട്ടാണ്, സിലിക്കയാണ് ഇതിൻ്റെ മുകളിൽ എംബഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ദേ ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഈ ഡയാറ്റമിൻ്റെ സെൽ വാൾ സിലിക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദേ ആർ ഇൻഡിസ്ട്രക്റ്റബിൾ, സിലിക്ക. ഓക്കെ, ആൻഡ് these diatoms have left behind large amount of cell wall deposit in their habitat. അവർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഈ ഡയാറ്റം ഒരു ഡയാറ്റം ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ സെൽ വോൾ അവിടെ കിടക്കുമല്ലോ. കാരണം എന്താ, ഇത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഇത് സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. കരിങ്കല്ലൊക്കെ കിടക്കുന്ന പോലെ അങ്ങനെ അവിടെ കിടക്കും, പ്ലാസ്റ്റിക് ഒക്കെ കിടക്കുന്ന പോലെ അങ്ങനെ കിടക്കും. സോ ഇങ്ങനെയുള്ള എല്ലാ ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരുപാട് കോടിക്കണക്കിന് ഡയാറ്റംസ് ഇങ്ങനെ അതിൻ്റെ ഹാബിറ്റാറ്റിൽ മരിച്ച് ഇങ്ങനെ വീണ് അത് നശിച്ചു പോവാതെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരു മണ്ണ് പോലെ അല്ലെങ്കിൽ ഒരു സോയിൽ പോലെ സിമെൻറ്റിൻ്റെ പൊടി പോലെയൊക്കെ ഇങ്ങനെ ഒരു ലെയർ പോലെ ഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇവരുടെ ഓരോരോ സെൽ വോൾ ഓരോ മണി പോലെ ഇങ്ങനെ കിടക്കുന്നു. ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, വളരെ റഫാണ്. സോ ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റിനെ this accumulation over billions of years is referred to as diatomaceous earth. ഡയാറ്റമീഷ്യസ് എന്താണ്? ഡയാറ്റമീഷ്യസ് എർത്ത്. ഇതിനെയാണ് നമ്മൾ ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ബീൻ gritty, this soil is used in polishing, filtration of oils and syrup. ഓയിൽ സിറപ്പൊക്കെ ഫിൽട്ടർ ചെയ്യാനും ഷൂ പോളിഷേഴ്സ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സോയിലാണ് ഈ ഡയാറ്റമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഒരു മണ്ണ് പോലെയാണ് ഉണ്ടാവുക. അത് വളരെ റഫി നേച്ചർ ആയതുകൊണ്ട് നമുക്ക് പോളിഷേഴ്സ് ഉണ്ടാക്കാൻ, അതുപോലെ അതിൻ്റെ ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് യൂസസ് ഉണ്ട്. ഡയാറ്റംസ് ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. സിൻസ് ഐ ഹാവ് ഓൾറെഡി told that ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. മേജർലി മെനി ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് ആയതുകൊണ്ട് തന്നെ ഇവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യല്ലോ, അതുവരെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കും. മറൈൻ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഓഷ്യനിൽ ഏറ്റവും കൂടുതൽ ഈ ഡയാറ്റംസ് കാണുന്നത് കൊണ്ട് ഇവരാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ്. ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കുന്ന ഈ ലോകത്ത് തന്നെ നമ്മൾ ഈ മണ്ണിലൊക്കെ കാണുന്ന മരങ്ങളൊന്നുമല്ല, മറൈനിലായിട്ടുള്ള ആൽഗേസും ഈ ഡയറ്റംസും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. സോ ദി ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഓഷ്യനിൽ കാണുന്ന ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ ഡയാറ്റംസ്. ഡയാറ്റമിൻ്റെ സെൽ വോൾ ഒന്ന് നോക്കിക്കേതാ, ഇതൊരു സോപ്പ് ബോക്സ് പോലെ ഇല്ലേ? ലുക്ക് അറ്റ് ദിസ്. ഒരു സോപ്പ് ബോക്സ് പോലെ ഇല്ലേ? കണ്ടോ? ഇതാ മുകളിലൊരു അടപ്പ്, ഇതാ ഇവിടേക്ക് ഒരു ഓവർലാപ്പിംഗ് സ്ട്രക്ചർ കണ്ടില്ലേ? ഇത് ഈ മുകളിലുള്ളത് ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതുപോലെയാണ്, ലൈക്ക് ദിസ്. കണ്ടോ? ഡയാറ്റമിൻ്റെ അപ്പർ തീക്ക ആൻഡ് ലോവർ തീക്ക. ഞങ്ങൾ തീക്ക എന്നൊക്കെയാണ് കേട്ടോ പറയുക. നമുക്ക് ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. എന്നാലും നോക്കിക്കേതാ, എപ്പി തീക്ക മുകളിലുള്ളത്, താഴെയുള്ളത് ഹൈപ്പോ തീക്ക. ഇവിടെ ഒരു കണക്റ്റിംഗ് ബാൻഡ് ഉണ്ട്, ഇവിടെ ഒരു വാൾവ് ഉണ്ടാവും, ഇവിടെ ഒരു ഗിർഡിലുണ്ട്. ഇത് ഇനിയിപ്പോൾ എങ്ങനെ കാണാനുണ്ടാവും? ഡയാറ്റം എങ്ങനെ പറയുന്ന ഒരു ഓർഗാനിസത്തിൽ എങ്ങനെ കാണാനുണ്ടാവും? ഇതാ നോക്കിക്കേതാ, ഒരു സോപ്പ് പെട്ടി പോലെ ഇല്ലേ? ഇതവിടെ ഒരു ഗിർഡിൽ, ഇവിടെ ഒരു ബാൻഡ് പോലെ കാണുന്നില്ലേ? ഇങ്ങനെയാണിത് കാണാനുണ്ടാവുക. ഇനി ഡയാറ്റംസ് ഏറ്റവും അടിപൊളിയായിട്ട് ഇവരെ ഓർണമെൻറ്റേഷൻ നടത്തിയിട്ടുള്ള വളരെ കലാവിരുതുള്ള ആൾക്കാരാണ്. ഇവരെ കാണാൻ എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ. ഇത് ചിത്രം വരച്ച് വെച്ചതൊന്നുമല്ല, വിവിധ തരം ഡയാറ്റംസിൻ്റെ സെൽവോൾ ഓർണമെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. എന്തൊരു ഭംഗിയല്ലേ, പലതരത്തിലുള്ള സെൽവോൾ ഓർണമെൻറ്റേഷൻസ് നോക്കിക്കേ. ലുക്ക് അറ്റ് ദിസ്. ഡിഫറെൻറ്റ്, ഇതൊക്കെ ഇവരുടെ സെൽവോളിൻ്റെ മുകളിലുള്ള ഡിഫറെൻറ്റ് ഓർണമെൻറ്റേഷൻസ് ആണ്. മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ഓക്കെ, ഇങ്ങനെ കളറായിട്ടും കാണാൻ പറ്റും. ഇവരുടെ പിഗ്മെൻറ്റിൻ്റെ വ്യത്യാസം കൊണ്ട് കളറായിട്ടും കാണാൻ പറ്റും. എന്തൊരു പലതരത്തിലുള്ള അല്ലേ ഡയാറ്റംസ് ആണ്. ഏറ്റവും എനിക്ക് കാണാൻ വളരെ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പാണ് ഡയാറ്റംസ്. ഓക്കെ, ആൻഡ് കം ബാക്ക് ടു ദിസ്. നിങ്ങൾക്ക് കിട്ടിയോ? ഉത്തരം കിട്ടിയോ? എന്താണ് ഈ ഡയനാമൈറ്റിലും നമ്മുടെ ടൂത്ത് പേസ്റ്റിലും കോമൺ ആയിട്ട് കാണുന്നത്? ഇറ്റ്സ് ഡയാറ്റമീഷ്യസ് എർത്ത്. അതായത് നമ്മളെ ഡയാറ്റംസിൻ്റെ സെൽ വോൾ ലെഫ്റ്റ് ഓവേഴ്സ്. ഇത് വളരെ റഫി ആയതുകൊണ്ട് നമ്മൾ ടൂത്ത് പേസ്റ്റിൽ നമ്മുടെ ടീത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയനാമൈറ്റിൽ എന്തിനാണ് ഡയനാമൈറ്റിൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഡയാറ്റമീഷ്യസ് എർത്ത് വളരെ ഇനേർട്ടാണ് ഈ ഒരു സോയിൽ എന്ന് പറയുന്നത്. അതായത് ഒരു കെമിക്കലും ആയിട്ട് ഒരു എക്സ്പ്ലോഷൻ ആയിട്ട് ഒന്നും റിയാക്ട് ചെയ്യില്ല. പാവം ഇണ്ടാതെ അവിടെ ഇരുന്നോളും. അതിലിപ്പം നമ്മൾ എന്ത് പൊതിഞ്ഞ് കെട്ടിപ്പം ഒരു കത്തുന്ന ഒരു സാധനം വെയിൽ കൊണ്ടാ കത്തിപ്പോകുമെന്ന് വിചാരിക്കുക. അത് ഈ ഡയാറ്റമീഷ്യസ് എർത്തിൽ പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടായാലും ഒന്നും പറ്റില്ല. അത് വളരെ ഇനേർട്ടാണ്, അതൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ഡയനാമൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഡയാറ്റമീഷ്യസ് എർത്ത് യൂസ് ചെയ്യും. അതിൻ്റെ ഉള്ളിലുള്ള വളരെ എക്സ്പ്ലോഡിങ് ആയിട്ടുള്ള ആ സംഭവം
ചെറിയൊരു ചൂടിൽ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞാൽ മതി അതിനുള്ളിലുള്ള ആ കെമിക്കൽ, എന്നാൽ തന്നെ വലിയ പൊട്ടിത്തെറികളുണ്ടാവും. പക്ഷേ ഈ ഡയറ്റമിഷ്യസ് എർത്തിൽ പൊതിഞ്ഞതുകൊണ്ട് ഒരിക്കലും അത് തമ്മിൽ ഉരസുകയോ അതിലേക്ക് ചൂട് പറ്റുകയോ ഒന്നും പറ്റാത്തതുകൊണ്ട്, അത് വളരെ ഇനേർട്ടായതുകൊണ്ട് ഡയറ്റമിഷ്യസ് എർത്ത് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കിട്ടിയ ഒരു ഐഡിയ. ഇത് ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ഞാനൊരു ക്യൂരിയസ് ആയത് കേട്ടതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഈ ഡൈനാമൈറ്റ് എങ്ങനെ കണ്ടുപിടിച്ചു, അതൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ വായിക്കാൻ വളരെ രസമാണ്. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി വായിക്കുക. എങ്ങനെയാണ് ഒരാളുണ്ട്, അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, ഇപ്പം പേരൊക്കെ കേട്ടാൽ ചിലപ്പം ഞെട്ടും. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ഈ ഡൈനാമൈറ്റ് എങ്ങനെ അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം എന്താണ്, ഇതൊക്കെ ഓരോ സ്റ്റോറീസായിട്ട് നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് വായിക്കാൻ കിട്ടും. സോ ഡയാറ്റം പഠിച്ചില്ലേ? ഡയറ്റമിഷ്യസ് എർത്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? അവരുടെ സെൽ വോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നോക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? ഡൈനോഫ്ലജല്ലേറ്റ്സ് ആണ് അല്ലേ? ഡൈനോഫ്ലജല്ലേറ്റ്സ്. ഡൈ മീൻസ് 2, ബൈ എന്ന് പറഞ്ഞാലും 2 ആയിരുന്നു. ഡൈ 2 എന്ന് അർത്ഥം വരുന്നതാണ് ഡൈ. ഓക്കെ, ഡൈ 2, എന്തോ ഒന്ന് 2 ഉണ്ട്. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. ഡൈനോ ഫ്ലജല്ലേറ്റ്സ്, 2 ഫ്ലജല്ല ഉണ്ട്. ഫ്ലജല്ല ഉള്ള ആൾക്കാരാണ് ഡൈനോഫ്ലജല്ലേറ്റ്സ്. 2 ഫ്ലജല്ല ഉണ്ട്, അങ്ങനെ ആലോചിക്കണേ. they are mostly marine and photosynthetic. മറൈൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ഇതൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞു പോലെ തന്നെയാണ്. they appear yellow, green, brown, blue or red. യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ്, ഈ കളേഴ്സിലൊക്കെ ഇവരെ കാണാൻ പറ്റും. യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ, റെഡ്. YGBBR എങ്ങനെയെങ്കിലും നിങ്ങളത് ഓർത്തേ പറ്റൂ. ഡിപ്പെൻഡിങ് ഓൺ ദ മെയിൻ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദെയർ സെൽസ്. അവരുടെ സെല്ലിൽ കാണപ്പെടുന്ന മെയിൻ പിഗ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളറ് കാണുക. അതായത് യെല്ലോ ആണെങ്കിൽ യെല്ലോ പിഗ്മെൻറ്റ്സ് ആയിരിക്കും, ഗ്രീന്, ബ്രൗണ്, ബ്ലൂ, റെഡ്, ഇങ്ങനെ ഓരോന്നും പിഗ്മെൻറ്റിനും വേറെ പേര് വരും കേട്ടോ. ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇപ്പം ബേസ്ഡ് ഓൺ ദ മെയിൻ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഓൺ ദ സെൽ വാൾ ഓർ പ്രസൻറ്റ് ഓൺ ദെയർ സെൽ, ദേ അപ്പിയർ ഇൻ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ് ഇൻ കളർ. The cell wall has stiff cellulose plates on the outer surface. Cell wall has stiff cellulose plates on the outer surface. ഈ ചിത്രം നോക്കിക്കേ, ഇതൊരു ഡൈനോഫ്ലജലേറ്റിന് എക്സാമ്പിൾ കൊടുത്തതാണ്. ഇവർക്ക് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ് ഉണ്ടാവും, ഔട്ടർ സർഫേസിൽ സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ് ഉണ്ടാവും. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 ഫ്ലജല്ല. അധികം ആൾക്കാർക്കും 2 ഫ്ലജല്ല. ഇനിയിപ്പം എല്ലാവർക്കും 2 ഫ്ലജല്ല എന്നൊന്നും പറഞ്ഞെടുക്കരുത്. മോസ്റ്റ് ഓഫ് ദം, ബിക്കോസ് അതിലും എക്സെപ്ഷണൽ കേസ് ഉണ്ടാവാം. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 ഫ്ലജല്ല. അധികം ആൾക്കാർക്കും 2 ഫ്ലജല്ല ഉണ്ടാവും. 1 ലൈസ് ലോങ്കിറ്റ്യൂഡിനലി. വോട്ട് ഇസ് ലോങ്കിറ്റ്യൂഡിനൽ? ഇങ്ങനെയുള്ളതാണ് ലോങ്കിറ്റ്യൂഡിനൽ. ആൻഡ് അത് ട്രാൻസ്വേഴ്സ്ലി. എങ്ങനെയാണ് ട്രാൻസ്വേഴ്സ്? ഇങ്ങനെയാണ് അല്ലേ? ലോങ്കിറ്റ്യൂഡിനൽ ലൈൻസ്, ട്രാൻസ്വേഴ്സ് ലൈൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ 10ലൊക്കെ? സോ ലോങ്കിറ്റ്യൂഡിനലി ഉള്ള ഒരു ഫ്ലജല്ല, അതാ ഇവിടെ ലുക്ക് അറ്റ് ദിസ് ഫ്ലജല്ല. ഇവിടെ നോക്കിക്കേ, ഒരു ഫ്ലജല്ല കണ്ടില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൽ വരച്ച് കൊളാകുന്ന ആളല്ലേ. സോ ഇത് ഒരു ലോങ്കിറ്റ്യൂഡിനൽ ഫ്ലജല്ല. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല പോകും. ഈ ഒരു ബോഡിയുടെ ട്രാൻസ്വേഴ്സ്ലി ഒരു ഫ്ലജല്ല പോകുന്നു എന്നാണ് പറയുന്നത്. 1 ലൈസ് ലോങ്കിറ്റ്യൂഡിനലി ആൻഡ് അതർ ട്രാൻസ്വേഴ്സ്ലി ഇൻ ദ ഫറോ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ സെൽ വാൾ പ്ലേറ്റ്സ് 2 പ്ലേറ്റ് ആയിട്ട് കാണുമല്ലോ, അവരുടെ ആ പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്ലേറ്റിൻ്റെ ഒരു ഫറോൻ്റെ ഇടയിലൂടെ. വെരി ഓപ്പൺ റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ്, അധികം കോമൺ ആയിട്ടല്ല എന്നാലും ചിലപ്പോഴൊക്കെ റെഡ് ഡൈനോഫ്ലജല്ലേറ്റ് എന്ന് പറയുന്ന ഗോണിയോളക്സ് അതൊരു ഡൈനോഫ്ലജല്ലേറ്റ് ആണ്. റെഡ് ഡൈനോഫ്ലജല്ലേറ്റ് ആണ്, റെഡ് കളറാണ് ഗോണിയോളക്സ്. അത് എന്താവും? ഒരു റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ, ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് പെരുകി കടലിലാണല്ലോ, കടലിൽ ഇങ്ങനെ കൂടി നിൽക്കുവാണ്. അപ്പം നമുക്ക് കടലിൻ്റെ നിറം എന്ത് നിറത്തിൽ കാണാൻ പറ്റും? റെഡ് ഡൈനോഫ്ലജല്ലേറ്റ്. ഓഫ്കോഴ്സ് റെഡ് നിറത്തിൽ കാണാൻ പറ്റില്ലേ? അങ്ങനെ റെഡ് നിറത്തിൽ കടൽ വെള്ളം കാണപ്പെടുന്ന ആ ഒരു അവസ്ഥേനാണ് റെഡ് ടൈഡ് എന്ന് വിളിക്കുന്നത്. റെഡ് ടൈഡ്. ഇവർ ഇങ്ങനെ കൂടുന്നത് കാണാൻ ഭംഗിയാണെങ്കിലും പക്ഷേ ഇവർക്ക് ടോക്സിൻസ് റിലീസ് ചെയ്യാനുണ്ടാവും. എന്തായാലും ഓരോന്നിനും ഓരോ ടോക്സിൻസ് ഉണ്ടാവുമല്ലോ. ഈ ഗോണിയോലക്സിൻ്റെ ടോക്സിന് ഇങ്ങനെ ഒരുപാടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത്
കോടിക്കണക്കിന് ഗോണിയോലക്സ് ആണെങ്കിലോ ടോക്സിൻ്റെ അളവ് കൂടും. ഇത് മറൈൻ ഓർഗാനിസത്തിൻ്റെ നാശത്തിന് കാരണമാവും. ഈവൻ സീഷോറിൽ താമസിക്കുന്ന ഹ്യൂമൻ ബീങ്സിന് വരെ ഇതിൻ്റെ കാറ്റടിച്ചാൽ പോലും പ്രശ്നം ഉണ്ടാവും എന്നാണ് പറയുക. ടോക്സിൻസ് റിലീസ്ഡ് ബൈ സച്ച് ലാർജ് നമ്പേഴ്സ് മേ ഈവൻ കിൽ അതർ മറൈൻ ആനിമൽസ് സച്ച് ആസ് ഫിഷസ്. ഫിഷസിനൊക്കെ കൊല്ലാൻ കാരണമാകും ഗോണിയോലക്സ്. അതാണ് ഈ കാണുന്നത്. അതാ റെഡ് ആയിട്ട് നല്ല അടിപൊളിയല്ലേ കാണാൻ. റെഡ് ആയിട്ട് എന്താണ് ഗോണിയോലക്സ്? റെഡ് ആൽഗെ റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ബ്ലൂമിങ് ഫോം ചെയ്യുന്നതാണ്. ഇതാ വീണ്ടും എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടല്ലേ. ഇത് ബ്ലൂ ആണെങ്കിലും ഇത് റെഡാണ്. ഓക്കെ, റെഡ് ഗോണിയോലക്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതാണ് ഗോണിയോലക്സ് ഫ്ലജല്ല. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ലോങ്ങിറ്റ്യൂഡിനൽ ഫ്ലജല്ല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ലുക്ക് അറ്റ് ദിസ് ലോങ്ങിറ്റ്യൂഡിനൽ ഫ്ലജല്ല, ട്രാൻസ്വേഴ്സ് ഫ്ലജല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, പറ്റുന്നില്ലേ? ഇനി റെഡ് ടൈഡ് മാത്രമല്ല ബ്ലൂ ടൈഡ്സും ഉണ്ടാവാം. കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ കണ്ടിട്ടില്ലേ? അതിൽ എനിക്ക് തോന്നുന്നു മരുതെന്നോ അങ്ങനെ എന്തോ ആണ് പറയുക. ഈ ബ്ലൂ കളറിൽ വാട്ടർ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ. ഓക്കെ, ഈ അടുത്തിറങ്ങിയ സിനിമയിൽ ഏതാ? നാന സിനിമയിലുണ്ടല്ലേ, നാനിയുടെ ഹേയ് നാന. ആ സിനിമയിൽ നമ്മളെ കടൽ വെള്ളം ഇങ്ങനെ ഇളക്കുമ്പോൾ, ഒരു പ്രത്യേക സമയത്ത് ഇളക്കുമ്പം ഈ ബ്ലൂ കളർ ഇങ്ങനെ ലൈറ്റ് അടിച്ച പോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ പോകുന്നില്ലേ? അതെന്താ സംഭവം? ഈ ഒരു ഡൈനോഫ്ലജല്ലേറ്റ് ആയിട്ടുള്ള നോക്റ്റിലൂക്ക എന്ന് പറയുന്ന ഒരു ഡൈനോഫ്ലജല്ലേറ്റ്, നോക്റ്റിലൂക്ക എന്ന് പറയുന്നത് ഇതാണ് നോക്റ്റിലൂക്ക എന്ന് പറയുന്ന ഒരു ഡൈനോഫ്ലജലേറ്റ് ഒരുപാട് എണ്ണം കൂടിയിട്ട് അവർ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിന് ബയോലുമിനസെൻസ് എന്ന് പറയൂ കേട്ടോ. ബയോലുമിനസെൻസ്. ഇനി യൂഗ്ലിനോയിഡ്സ്. മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. അടുത്ത ഗ്രൂപ്പാണ് യൂഗ്ലിനോയിഡ്സ്. മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ്. ഏറ്റവും അധികം ആൾക്കാരും ഫ്രഷ് വാട്ടർ ആണ്, നല്ല വെള്ളത്തിൽ കാണപ്പെടുന്ന ആൾക്കാരാണ്. ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ആൾക്കാരാണ് യൂഗ്ലിനോയിഡ്സ്. യുഗ്ലിനോയിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വായിൽ വരും യുഗ്ലീനിയാണ് അല്ലേ? യുഗ്ലീന ഇതിലൊരു ടിപ്പിക്കൽ ഓർഗാനിസം ആണ്. ഇൻസ്റ്റെഡ് ഓഫ് സെൽ വോൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ വിച്ച് മേക്സ് എ ബോഡി ഫ്ലെക്സിബിൾ. അവരുടെ ബോഡീനെ ഫ്ലെക്സിബിൾ ആക്കുന്ന ഒരു പെല്ലിക്കിളുണ്ട്. ഈ ഇതിന് സെൽ വോളിന് പകരം ബോഡീനെ ഫ്ലെക്സിബിൾ ആക്കുന്ന ഒരു പെല്ലിക്കിളാണ്, പ്രോട്ടീൻ റിച്ച് ലെയർ ആയിട്ടുള്ള ഒരു പെല്ലിക്കിളാണ് അവർക്കുള്ളത്. ദേ ഹാവ് 2 ഫ്ലജല്ല, 2 ഫ്ലജല്ലയുണ്ട്. എ ഷോർട്ട് ആൻഡ് എ ലോങ് വൺ. ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും. ഒന്ന് ചെറുത് ഒന്ന് വലുത്. ഒരു ചെറിയ ഫ്ലജല്ലയും ഒരു വലിയ ഫ്ലജല്ലയും. ഇത് എക്സാമ്പിളായിട്ട് വരച്ചതാണേ, നോൺ മൈൻഡ് ഇറ്റ്. അടുത്തത് ഓക്കെ, ഒരു ചെറിയ ഫ്ലജല്ലയും ഒരു വലിയ ഫ്ലജല്ലയും. സോ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. വെൻ ഡിപ്രൈവ്ഡ് ഓഫ് സൺലൈറ്റ് ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോട്രോപ്സ് ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ സ്മോളർ ഓർഗാനിസം. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. സൺലൈറ്റ് ഉള്ളപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആണ്. സൺലൈറ്റ് ഇല്ലാത്തപ്പം ഇവർക്ക് വിശന്നാൽ ഇവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവർക്ക് എനർജി വേണമെങ്കിൽ ഇവർ ഹെറ്ററോട്രോപ്പിക് ആയിട്ട് ആക്ട് ചെയ്യും. മറ്റുള്ള ഓർഗാനിസത്തിനെ പ്രിഡേറ്റ് ചെയ്തിട്ട് പിടിച്ചു തന്നിട്ട് ഇവർ ഹെറ്ററോട്രോപ്പിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയാണ് നമ്മളൊരു പ്രത്യേകത പഠിച്ചത്. ഫോട്ടോസിന്തറ്റിക് ആണ്, എന്നാൽ ചില സമയത്ത് അതേ ഓർഗാനിസം ഹെറ്ററോട്രോപ്പിക് ആയിട്ട് ആക്ട് ചെയ്യും സൺലൈറ്റ് ഇല്ലാത്തപ്പോൾ. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇത് നമ്മൾ വെറൈറ്റി ആയിട്ട് പഠിച്ചതല്ലേ. ഇപ്പം പിഗ്മെന്റ്സ് ഓഫ് യൂഗ്ലിനോയിഡ്സ് ആർ ഐഡന്റിക്കൽ ടു ദോസ് പ്രസന്റ് ഇൻ ഹയർ പ്ലാന്റ്സ്. വലിയ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് പോലെ തന്നെയാണ് യൂഗ്ലിനോയിഡ്സിനുള്ളത്. എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ നോക്കിക്കേ, ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. യുഗ്ലീന, ഞാൻ പറഞ്ഞില്ലേ യുഗ്ലിനോയിഡ്സ്, യുഗ്ലീന. ഓക്കെ, 2 ഫ്ലജല്ല ഉണ്ട് പറഞ്ഞില്ലേ? ദേ ഹാവ് 2 ഫ്ലജല്ല. വൺ ഇസ് എ ലോങ് ഫ്ലജല്ല ആൻഡ് അനദർ വൺ ഇസ് എ ഷോർട്ട് ഫ്ലജല്ല. ദിസ് ഇസ് എ ഷോർട്ട് ഫ്ലജല്ല ആൻഡ് ദിസ് ഇസ് എ ലോങ് ഫ്ലജല്ല ആൻഡ് ദിസ് ഇസ് യുഗ്ലീന. യൂണിസെല്ലുലാർ ആണ്. വോട്ട് ഇസ് ദിസ്? ദിസ് ഇസ് ന്യൂക്ലിയസ്, റൈറ്റ്? വെൽ defined nucleus is present because this is eukaryote and this is also microscopic. fresh water ൽ കാണുന്നു and found in stagnant water. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കാണപ്പെടുന്നത്. സെൽ വോളിന് പകരം ഒരു പെല്ലിക്കിളാണ് ഉള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ എത്ര ഗ്രൂപ്പിനെ പഠിച്ചു? നമ്മൾ
ക്രൈസോഫൈറ്റ്സ് കഴിഞ്ഞു, ഡൈനോഫ്ലജലേറ്റ്സ് കഴിഞ്ഞു, യൂഗ്ലിനോയിഡ്സ് കഴിഞ്ഞു. ഇനി ഏതൊക്കെ ഉണ്ട്? സ്ലൈം മൗൾട്സും ഉണ്ട്, പ്രോട്ടോസോയിൻസും ഉണ്ട്. സോ ഇൻ ദിസ് വീഡിയോ വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് സ്ലൈം മൗൾട്സ് ആൻഡ് പ്രോട്ടോസോയൻസ്. സ്ലൈം മൗൾട്സിനെ പറ്റിയിട്ടും പ്രോട്ടോസോയൻസിനെ പറ്റിയിട്ടും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിൽ സ്ലൈം മൗൾട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല. സ്ലൈം മൗൾട്സ് ഓട്ടോട്രോപ്പിക് ഒന്നുമല്ല, ഇവർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. അത് അവരുടെ വൺ ഓഫ് ദ മേജർ ക്യാരക്ടറാണ് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. അതായത് ഇവർ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ നിന്നുമാണ് ഇവർ ഫുഡ് എടുക്കുന്നത്. ഡെഡായിട്ടുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗാനിസത്തിൽ നിന്നും ഫുഡ് എടുക്കുന്നു. നിങ്ങൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മഷ്റൂംസ് ഒക്കെ കാണുന്നത് പോലെ തന്നെ സ്ലൈമി ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസും ഈ വീണ് കിടക്കുന്ന മരത്തിൻ്റെ മുകളിലും ഒക്കെ കാണാൻ പറ്റും. സോ ദേ ആർ സ്ലൈം മൗൾട്സ്. ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടേഴ്സ് ആൻഡ് ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ്. നശിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഡീകമ്പോസിഷൻ നടക്കാൻ പോകുന്ന സബ്സ്റ്റൻസസിൻ്റെ അടുത്തേക്കാണ് ഇവരുടെ ബോഡി മൂവ് ചെയ്യുന്നത്. ഡീക്കെയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എങ്ങനെയാണ് അവരെടുക്കുന്നത്? എൻഗൾഫ് ചെയ്യുക. ഓക്കെ, ഹെറ്ററോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയല്ല. ഹെറ്ററോട്രോപ്പിക് തന്നെ സാപ്രോഫൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ് സ്ലൈം മൗൾഡ്. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം എൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം. സ്യൂട്ടബിൾ കണ്ടീഷനിൽ ഇവരൊരു പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു അഗ്രിഗേഷൻ ആവും. വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. ഇവർ വലുതാവും, മാത്രമല്ല സെവറൽ ഫീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും ഇവരുടെ ബോഡി. ഓക്കെ, ലൈക്ക് ഇങ്ങനെ ഒരു ബോഡിയാണെന്ന് വിചാരിക്കുക. സ്ലൈം മൗൾഡ് ആണ്. ഇവർ വളരെ ലൂസ് അഗ്രിഗേറ്റ്സ് ആയിരിക്കും. ഇവരെങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? നിങ്ങൾ ഒരിക്കലും അമീബ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. അമീബ അല്ല കേട്ടോ. ഓക്കെ, ഇവർ ഡീക്കെയിങ് ട്വിഗ്സിലേക്കും ലീവ്സിലേക്കും ഒക്കെ പോയിട്ട് ആ എൻഗൾഫിങ് ഓർഗാനിക് മാറ്റർ എൻഗൾഫ് ചെയ്ത് ഒരു പ്ലാസ്മോഡിയം സ്യൂട്ടബിൾ കണ്ടീഷനിൽ ഇവരെന്താക്കും? ഒരു അഗ്രിഗേഷൻ ആയിട്ടുള്ള പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു അഗ്രിഗേഷൻ ആവും. വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടി അല്ലേ? അടി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എടുക്കുന്ന ഒരു കണക്കായിരുന്നു. നമ്മൾ സെൻറ്റിമീറ്റർ ഒന്നല്ല, അടി എന്ന് പറയും. കാലടീൻ്റെ അളവ് വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ലെങ്ത് ആണ്. സെവറൽ ഫീറ്റ്, ഒരുപാട് അടി വൈഡായിട്ട് വരെ ഇവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എന്തിനെ? ഈ പ്ലാസ്മോഡിയം അഗ്രിഗേറ്റ്സിന് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ. നേരത്തെ ഫേവറബിൾ കണ്ടീഷൻ ആണല്ലോ. അൺഫേവറബിൾ കണ്ടീഷനിൽ ഇവർക്ക് എന്ത് സംഭവിക്കും? ദ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ആൻഡ് ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബിയറിംഗ് സ്പോർസ് അറ്റ് ദ ടിപ്സ്. ഈ പ്ലാസ്മോഡിയം, ഈ ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബോഡി എന്ത് ചെയ്യും? ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ഇവർ ഫ്രൂട്ടിംഗ് ബോഡീസിൽ സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ചെറിയ ഈ മുകളിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ബൾജിങ് ആയിട്ടുള്ള സ്പോർ പോലെയുള്ള സ്ട്രക്ചേഴ്സ്. അൺഫേവറബിൾ കണ്ടീഷനിൽ, അതെന്തുകൊണ്ടാണ് അൺഫേവറബിൾ കണ്ടീഷൻ? ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ ഇവർ സ്പോർ ഉണ്ടാക്കി വെക്കും. ഈ സ്പോറിന് കുറച്ച് അൺഫേവറബിൾ കണ്ടീഷനൊക്കെ വിച്ചെൻഡ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ മരത്തിൻ്റെ സീഡ്സ് ആണെന്ന് വിചാരിക്കുക. ഈ മരത്തിന് അങ്ങനെ തന്നെ ഒരു ഡ്രോട്ട് കണ്ടീഷനിലൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ മരത്തിൻ്റെ സീഡ് അത് വേണമെങ്കിൽ കുറേ കാലത്തേക്ക് മുളയ്ക്കാതെ ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റും മരത്തിന്. അല്ലെങ്കിൽ എവിടെയെങ്കിലും മണ്ണിൽ വീണ് കിടക്കും. എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ, റെയിൻ വരുന്നത്, അപ്പോൾ ഈ സീഡിന് മുളച്ചിട്ട് വലിയൊരു മരമായിട്ട് വരാം. ഇതിൻ്റെ സർവൈവിങ് ഒരു ടെക്നിക്കാണ് ഈ സ്ലൈം മൗൾട്സ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്പോർസ് ഉണ്ടാക്കി വെക്കും അൺഫേവറബിൾ കണ്ടീഷനിൽ. ദ സ്പോർസ് പോസസ് ട്രൂ വാൾ. സ്പോർസിന് എന്തുണ്ട്? ട്രൂ വാൾ ഉണ്ട്. നല്ലൊരു വാളുണ്ട് ഈ സ്പോറിന്. ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. വളരെ റെസിസ്റ്റൻ്റ് ആണ്. വർഷങ്ങളോളം സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ദേ ക്യാൻ സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. വർഷങ്ങളോളം സർവൈവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇവർ അൺഫേവറബിൾ കണ്ടീഷനിൽ ഉഡായ്പ് കാണിക്കുകയാണ്. അൺഫേവറബിൾ കണ്ടീഷനിൽ എന്താണ്? ഇവർ സ്പോർ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇവർ ചത്തുപോയാലും ഇവരുടെ സ്പോർ ഭാവിയിൽ ഇവരായിട്ട് തന്നെ ജനിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ആൻഡ് ദേ ആർ നെവർ ഡൈ. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡെത്ത് ഇല്ല. അവർ സ്പോറായിട്ട് അൺഫേവറബിൾ കണ്ടീഷനിലാവുന്നു. പിന്നീട് ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് അവർ വലിയൊരു മാസമായിട്ട് മാറുന്നു. ഈവൻ അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻസ്, വർഷങ്ങളോളം എത്ര അഡ്വേഴ്സ് കണ്ടീഷൻ ആണെങ്കിലും ഇവർക്ക് അങ്ങനെ തന്നെ ഈ സ്പോറായിട്ട് നിൽക്കാൻ പറ്റും. ബിക്കോസ് ദേ ഹാവ് ട്രൂ വാൾസ്. ദ സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ
എയർ കറണ്ട്. ചില്ലറ ഉടായ്പൊന്നുമല്ല. എന്താ ഇവർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ ഒന്നാമതേ ലൂസ് അഗ്രിഗേറ്റ്സ് ആണ്. ഇവർ മെല്ലെ മൂവ് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെ എൻ്റയർ ബോഡി ആയിട്ട് എൻഗൾഫ് ചെയ്ത് ഓരോ ഓർഗാനിസത്തിന് എൻഗൾഫ് ചെയ്തിട്ടാണ് വളരുക. പക്ഷേ ഇവർക്ക് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വേണമെങ്കിൽ എയർ വഴി ഫ്രീ പാസേജാണ്. എയർ വഴി കാറ്റടിച്ചങ്ങാണ്ട് ഈ സ്പോറിനൊക്കെ വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കൂടെ? അവിടെ മുളയ്ക്കല്ല, അവിടെ ജെർമിനേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് സ്ലൈം മൗൾസ്. ഒരു ടിപ്പിക്കൽ അമീബയല്ല, റിപ്പീറ്റ് അമീബയല്ല, സ്ലൈം മൗൾസ്. ഇവരാണ് സ്ലൈം മൗൾസ്. ഓക്കെ, നെക്സ്റ്റ് പ്രോട്ടോസോവൻസ് ആണല്ലേ അടുത്ത ഗ്രൂപ്പ്. പ്രോട്ടോസോവൻസ് ആണ്. ഓൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ലിവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. എല്ലാ പ്രോട്ടോസോവൻസും എന്താണ്? ഹെറ്ററോട്രോപ്സ് ആണെന്നാണ് പറയുന്നത്. ഓൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ലിവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. പ്രിഡാറ്റേഴ്സ് ആയിട്ടോ ഇരപിടിയന്മാരായിട്ടോ അല്ലെങ്കിൽ പാരസൈറ്റ് ആയിട്ടോ ആണ് എല്ലാ പ്രോട്ടോസോവൻസും നിൽക്കുന്നത്. ഹെറ്ററോടോപ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല, മടിയന്മാരാണ്. ഇവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ പിടിച്ച് തിന്നുക, അല്ലെങ്കിൽ പ്രിഡേറ്റർ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പാരസൈറ്റ് വേറെ ഒരു ഓർഗാനിസത്തിൽ നിന്നും അതിൻ്റെ എൻറ്റയർ ന്യൂട്രിയൻസിനെ വേറൊരു ഓർഗാനിസത്തിൽ നിന്നും അതിൻ്റെ എൻറ്റയർ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുക. അതിനാണ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. സോ ഓൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ലിവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. 4 മേജർ ഗ്രൂപ്പ്സ് ആർ ദർ. പ്രോട്ടോസോവൻസിന് 4 മേജർ ഗ്രൂപ്പ്സ് ഉണ്ട്. നമ്മൾ എഗെയിൻ പ്രോട്ടോസോവൻസിനെ ഡിവൈഡ് ചെയ്തതാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റേനെ നമ്മൾ ഓൾറെഡി 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 5ാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ പ്രോട്ടോസോവൻസ്. അതിന് മുന്നേയുള്ള ഗ്രൂപ്പ്സൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോസിലും ഇന്നത്തെ വീഡിയോയിലും ഒക്കെ ആയിട്ട് നമ്മൾ കവർ ചെയ്തു. അവസാനത്തെയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റേൻ്റെ അവസാനത്തെ ഗ്രൂപ്പാണ് പ്രോട്ടോസോവൻസ്. ഈ പ്രോട്ടോസോവൻസിനോ എഗെയിൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ട്വിസ്റ്റ്. പ്രോട്ടോസോവൻസിനെ അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. ഇതിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കത്തുന്ന ഒരാളുണ്ട്, അമീബോയിഡ് പ്രോട്ടോസോവൻ. ഈ പേരൊന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ എത്ര കാത്തുന്നല്ലേ? അമീബോയിഡ് പ്രോട്ടോസോവൻസ്, നമ്മൾ അമീബയൊക്കെ ഉള്ള ആൾ. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജല്ല ഉള്ള പ്രോട്ടോസോവൻസ്. സിലിയേറ്റഡ് പ്രോട്ടോസോവൻസ്, സിലിയ ഉള്ള പ്രോട്ടോസോവൻസ്. സ്പോറോസോവൻസ്, സ്പോർ ബിയറിംഗ് പ്രോട്ടോസോവൻസ്. ഇത്രയേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ആദ്യം ആരാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻസ്. ദേ ആർ ദ പ്രോട്ടോസോവൻസ് ദാറ്റ് ലിവിങ് ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന പ്രോട്ടോസോവൻസ് ആണ്. ഫ്രഷ് വാട്ടറിൽ, സീ വാട്ടറിൽ ഓർ മോയിസ്റ്റ് സോയിൽ, ശുദ്ധജലത്തിലും സീ വാട്ടർ കടൽ വെള്ളത്തിലും ഉപ്പുരസമുള്ള വെള്ളത്തിലും മോയിസ്റ്റ് സോയിൽ നല്ല നനവുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലും ഒക്കെ ഈ അമീബോയിഡ് പ്രോട്ടോസോവൻസ് നമുക്ക് കാണാൻ പറ്റും. മൂവ് ആൻഡ് ക്യാപ്ചർ ദെയർ പ്രേ ബൈ പുട്ടിങ് ഔട്ട് സ്യൂഡോപോഡിയ. നമുക്കറിയാം, നമുക്ക് പുതിയ കാര്യമല്ല, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ അമീബയുടെ സെറ്റല്ലേ? അമീബ പണ്ട് മുതലേ പഠിക്കുന്ന ആളാണല്ലേ? മൂവ് ആൻഡ് ക്യാപ്ചർ ദെയർ പ്രേ. എങ്ങനെയാണ് അതിൻ്റെ ഇരേൻ്റെ അടുത്തേക്ക് ഇത് മൂവ് ചെയ്തിട്ട് അവിടുന്ന് ആ ഇരേനെ ഉള്ളോട്ടേക്ക് എൻഗൾഫ് ചെയ്യുക യൂസിങ് ദി സ്യൂഡോപോഡിയ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ടാണ് അമീബ ഫുഡ് കഴിക്കുന്നത് അല്ലേ? അമീബോയിഡ് പ്രോട്ടോസോവൻസ് എങ്ങനെയാണ്? സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ടാണ്. സ്യൂഡോപോഡിയ ഓൾ ഫോൾസ് ഫീറ്റ്, ഇത് രണ്ടും അതിൻ്റെ പേര് തന്നെയാണ്, സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ്. ആസ് ഇൻ അമീബ, അമീബയിലുള്ളതുപോലെ പറഞ്ഞില്ലേ? അമീബേനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എന്നിട്ട് എഴുതിയാൽ മതി. അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ ഫ്രഷ് വാട്ടറിലുണ്ട്, മറൈൻ വാട്ടറിലുണ്ട്, മോയിസ്റ്റ് സോയിലുണ്ട്. മൂവ് ആൻഡ് ക്യാപ്ചർ ദെയർ പ്രേ ബൈ പുട്ടിങ് ഔട്ട് സ്യൂഡോപോഡിയ ഓർ ഫോൾസ് ഫീറ്റ് ജസ്റ്റ് ലൈക്ക് അമീബ. മറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദെയർ സർഫസ്. ഇപ്പം മറൈൻ ഫോം ആണെങ്കിൽ സിലിക്ക ഷെൽസ് ഉണ്ടാവും, അവരുടെ സർഫസിൽ സിലിക്ക ഷെൽസ് ഉണ്ടാവും. സിലിക്ക ഡെപ്പോസിറ്റ് ഉള്ള ഒരു ആളാരായിരുന്നു നമ്മൾ ഇതിന് മുന്നേ പഠിച്ചേ? നമ്മുടെ ഡയാറ്റംസ് അല്ലേ? മറക്കരുതേ, ഡയാറ്റംസ്. സം ഓഫ് ദം ഹാവ് എൻഡമീബ, some of them such as endameba are parasites. അമീബ പാവമൊന്നും അല്ല. ചില എൻഡമീബ പോലെയുള്ള ആൾക്കാർ എന്താണ് സംഭവിക്കുന്നത്? പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എൻഡമീബ, ഹിസ്റ്റോളിറ്റിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ട്. ഓക്കെ, ഇവർ എന്താണ്? പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്, ദേ ആർ എയ്തർ ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റിക്. ഇവർ ഫ്രീ ലിവിങ് ആയിരിക്കാം അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കാം.
ഫ്രീ ലിവിങ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, ഹെറ്ററോട്രോപ്സ് തന്നെയാണ്. ഫ്രീ ലിവിങ് അല്ലെങ്കിൽ പാരസൈറ്റ്, വേറൊരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിലോ പുറത്തോ അതെടുക്കുന്ന ഫുഡിനെയൊക്കെ വലിച്ചു തിന്ന് യൂസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റിക്. ദേ ഹാവ് ഫ്ലജല്ല. ഓഫ് കോഴ്സ് വി നോ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും, ദേ ഹാവ് ഫ്ലജല്ല. The parasitic forms cause diseases such as sleeping sickness. ഇതിൽ പാരസൈറ്റിക് ഫോംസ് എന്ത് ഡിസീസ് ഉണ്ടാക്കും അറിയോ? സ്ലീപ്പിംഗ് സിക്നസ് പോലെയുള്ള ഡിസീസസ്. സ്ലീപ്പിംഗ് സിക്നസ് ഇറ്റ്സ് എ ന്യൂ ഡിസീസ്, റൈറ്റ്? നമ്മൾ പരിചയപ്പെടുന്ന ആദ്യത്തെ ഒരു ഡിസീസ് അല്ല ഇത്, സ്ലീപ്പിംഗ് സിക്നസ്. പാരസൈറ്റിക് ഫോംസ് കോസ് ഡിസീസസ് സച്ച് ആസ് സ്ലീപ്പിംഗ് സിക്നസ്. എക്സാമ്പിൾ ഏതാണ്? ട്രിപ്പാനോസോമ എഴുതി പഠിക്കണം. ട്രിപ്പാനോസോമ എന്ന് പറയുന്ന സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നത് ആരാണ്? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോയിൻസ് ആണ്, ചില പാരസൈറ്റിക് ഫോംസ്, പാത്തോജനിക് ഫോംസ്. ഓക്കെ. ആൻഡ് ദ തേർഡ് ഗ്രൂപ്പ് സിലിയേറ്റഡ് പ്രോട്ടോസോയിൻസ്. ഓഫ് കോഴ്സ് സിലിയേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വി നോ സിലിയ വിൽ ബി പ്രസൻറ്റ്. ദേ ആർ അക്വാട്ടിക്. അവർ അക്വാട്ടിക് ആണ്. ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസം, വളരെ ആക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്ന ഓർഗാനിസമാണ്. ബിക്കോസ് ഓഫ് ദെയർ പ്രസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സിലിയ, ആയിരക്കണക്കിന് കുഞ്ഞു സ്മോൾ ഹെയർ ലൈക്ക് സിലിയ ഉള്ളത് കൊണ്ട് ഇവർ ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസമാണ്. ഈ സിലിയ ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. സപ്പോസ് ദിസ് ഇസ് എ പ്രോട്ടോസോവൻ ആൻഡ് ദിസ് ഇസ് എ സിലിയേറ്റഡ് പ്രോട്ടോസോവൻ. ഒരുപാട് തൗസൻഡ്സ് ഓഫ് സിലിയാസ് വിൽ ബി ദർ അറൗണ്ട് ഇറ്റ്സ് ബോഡി. ഈ സിലിയ ഒന്നിച്ച് ഒരുപോലെ ഇങ്ങനെ മൂവ് ചെയ്യും. നമ്മൾ ഈ കുഞ്ഞു ചെടികളൊക്കെ അല്ലേ വെള്ളത്തിലുള്ള, അതൊക്കെ ഈ വെള്ളത്തിൻ്റെ കറണ്ടിൽ ഒരുമിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ ഈ സിലിയാസ് ഇങ്ങനെ ഒരുപോലെ മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഡയറക്ഷൻ, ഇതിപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഈ ഓർഗാനിസത്തിന് ഇങ്ങോട്ടേക്ക് ഉന്തിപ്പോയിക്കൂടെ? ഫ്ലജല്ല ഒന്നിച്ച് ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ കിട്ടിയില്ലേ? ഐഡിയ കിട്ടിയില്ലേ? ഇത് ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സിലിയ. ദേ ഹാവ് എ ക്യാവിറ്റി. അവർക്കൊരു ക്യാവിറ്റി ഉണ്ട്, ഗുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി. എന്ത് ക്യാവിറ്റിയാണ്? ഗുള്ളറ്റ്. സിലിയ ഉണ്ട്. ഓക്കെ, ഗുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്. ദറ്റ് ഓപ്പൺസ് ടു ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. സെൽ സർഫസിൻ്റെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ക്യാവിറ്റിയാണ് ഈ ഗുള്ളറ്റ് എന്ന് പറയുന്നത്. ദ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് റോസ് ഓഫ് സിലിയ, ഞാനിപ്പോൾ പറഞ്ഞത് കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് റോസ് ഓഫ് സിലിയ കോസസ് ദ വാട്ടർ ലാഡൻ വിത്ത് ഫുഡ് ടു ബി സ്റ്റീർഡ് ഇൻ ടു ദ ഗുള്ളറ്റ്. ഈ ഒരു മൂവ്മെൻറ്റിന് മാത്രമല്ല സിലിയ ഹെൽപ്പ് ചെയ്യുന്നത്, സിലിയയുടെ കോർഡിനേറ്റർ മൂവ്മെൻറ്റ് വഴി എന്ത് സംഭവിക്കും? വെള്ളത്തിൽ ഓൾറെഡി ഇതിനുള്ള ഫുഡൊക്കെ ഉണ്ടാവും. ഈ വെള്ളം ഇങ്ങനെ ഗുള്ളറ്റ് വഴി ഉള്ളിലോട്ട് കയറാനും എലോങ് വിത്ത് ഫുഡ് പുറത്തേക്ക് ഇറങ്ങാനും സഹായിക്കും. അങ്ങനെയാണ് ഇവർ ഈ ഫുഡ് എടുക്കുന്നത്. കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് റോസ് ഓഫ് സിലിയ കോസസ് ദ വാട്ടർ ടുഗെദർ വിത്ത് ദ ഫുഡ് ടു ബി സ്റ്റിയർഡ് ഇൻ ടു ദ ഗുള്ളറ്റ്. ഗുള്ളറ്റിനുള്ളിലോട്ടേക്ക് ഇരച്ച് കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആര്? കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് ഓഫ് സിലിയ. എക്സാമ്പിൾ ഈസ് പാരമീസിയം. നമ്മളൊരു ഷൂ പോലെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ? അതാണ് പാരമീസിയം. ദാ ലുക്ക് അറ്റ് ദിസ്, ഒരു കുഞ്ഞ് ഷൂ പോലെ. സോ വാട്ട് ഇസ് ദിസ്? ഇതെന്താണ്? ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ഗുള്ളറ്റ് അല്ലേ? ഇതാണ് ഗുള്ളറ്റ്. ഇതൊക്കെ എന്താണ്? ഈ സ്മോൾ ഹെയർ ലൈക്ക് സബ്സ്റ്റൻസസ് അറ്റ് സീ ഓവർ ദ സർഫസ് ഓഫ് പാരമീസിയം എന്താണ്? സിലിയ ആണല്ലേ? സിലിയ. ഓക്കെ, സിലിയ. സോ യൂണിസെല്ലുലാർ ആണ്, ഒരു ഷൂ പോലെ കാണുന്ന സിലിയ ആണ് ഇത്. അല്ല, പാരമീസിയം ആണ്. പാരമീസിയത്തിന് ഗുള്ളറ്റ് ഉണ്ട്, സിലിയ ഉണ്ട്. സിലിയയുടെ റോസ് ഓഫ് സിലിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് വാട്ടറിനെ ഗുള്ളറ്റിനുള്ളിലൂടെ കടത്തിവിടുന്നു. ആൻഡ് നാലാമത്തെ, നമ്മുടെ അവസാനത്തെ ഗ്രൂപ്പ് ഏതാണ്? സ്പോറോസോയിൻസ് ആണ് അല്ലേ? സ്പോറോസോയിൻസ് ആർ ദി organisms that have a infectious spore-like stage in their life cycle. അവരുടെ ലൈഫ് സൈക്കിളിൽ ഇൻഫെക്ഷ്യസ് സ്പോർ-ലൈക്ക് സ്റ്റേജ് ഉണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സ്പോർ പോലെയുള്ള ഒരു സ്റ്റേജ്. ഓർഗാനിസംസ് ഹാവ് എൻ ഇൻഫെക്ഷ്യസ് സ്പോർ-ലൈക്ക് സ്റ്റേജ് ഇൻ ദർ ലൈഫ് സൈക്കിൾ. ദ മോസ്റ്റ് നൊട്ടോറിയസ് സ്പോർ-ലൈക്ക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ ഓഫ് കോഴ്സ് വി നോ സ്പോർ. ഇതാ ഇവിടെ സ്പോറോസോയിൻ ആണല്ലോ. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ-ലൈക്ക് സ്റ്റേജ് ഉണ്ട്. ദ മോസ്റ്റ് നൊട്ടോറിയസ് ഇസ് പ്ലാസ്മോഡിയം. വളരെ ഭീകരനാണവൻ, കൊടും ഭീകരൻ. ആര്? പ്ലാസ്മോഡിയം.
നൊട്ടോറിയസ് ആണ്. എന്താണ്? മലേറിയ പാരസൈറ്റ് ആണ് ഈ പ്ലാസ്മോഡിയം. മലേറിയൽ പാരസൈറ്റ് ആണ്. മലേറിയ രോഗമല്ലേ, മലേറിയ ഉണ്ടാക്കുന്ന പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം വൈവാക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? പ്ലാസ്മോഡിയം നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ, കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇല്ലേ? മലേറിയൽ പാരസൈറ്റ് വിച്ച് കോസസ് മലേറിയ. അവർ മലേറിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. ആരാണ് ഇയാൾ? പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഒരു സ്പോറോസോവൻ ആണ്. സ്പോർ പ്രൊഡ്യൂസിങ് ആണ്. സ്പോർ ലൈക്ക് ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട് അവരുടെ ലൈഫ് സൈക്കിളിൽ. വിച്ച് കോസ് മലേറിയ ആൻഡ് എ ഡിസീസ് വിച്ച് ഹാസ് എ സ്റ്റാഗറിങ് എഫക്റ്റ് ഓൺ ഹ്യൂമൻ പോപ്പുലേഷൻ. മനുഷ്യന്മാരുടെ പോപ്പുലേഷനെ തന്നെ ഗണ്യമായിട്ടുള്ള കുറവ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു രോഗമാണ് മലേറിയ. വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു രോഗമാണ്. അതിന് കാരണമായിട്ടുള്ള ഒരു പാരസൈറ്റാണ് നമ്മൾ ഈ സ്പോറോസോവൻ. പുള്ളി ചില്ലറക്കാരനല്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത് നമ്മൾ? നമ്മുടെ പ്രോട്ടോസോവൻസിൽ അമീബോയ്ഡ് പ്രോട്ടോസോവൻ പഠിച്ചു, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ പഠിച്ചു, സിലിയേറ്റഡ് പഠിച്ചു, സ്പോറോസോവൻ. അമീബോയിഡിൽ അമീബ ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അവർക്ക് സ്യൂഡോപോഡിയ ഉണ്ട്. അങ്ങനെ അവരുടെ മേജർ ക്യാരക്ടർ ഓർക്കാൻ നോക്കുക. ആ ഒരു ഗ്രൂപ്പിൻ്റെ അമീബയാണ് ടിപ്പിക്കലായിട്ട് നമുക്ക് ഓർക്കേണ്ടത്. അമീബേനെ ഓർത്തിട്ട് ആലോചിച്ച് നോക്കുക. അമീബ എങ്ങനെയാണ് ചെയ്യുക? അമീബ സാപ്രോഫൈറ്റിക് ആണ്. സ്വന്തമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, ഇല്ലല്ലോ, സാപ്രോഫൈറ്റിക് ആണ്. പിന്നെ എന്താ ചെയ്യുന്നത് ഇവർ? അമീബ സ്യൂഡോപോഡിയ വെച്ചിട്ടാണ് ഇവരുടെ ഫുഡ് എൻഗൾഫ് ചെയ്യുന്നത്. സ്യൂഡോപോഡിയ ഫോൾസ് ഫീറ്റ് ആണ്. അമീബ മെറൈൻ ഫോം ആണ്. അതിൽ മെറൈൻ ഫോം ആണെങ്കിൽ അവർക്ക് സിലിക്ക ഷെല്ലുണ്ടാവും. പിന്നെ പാരസൈറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എക്സാമ്പിൾ കൊടുക്കുക. പാരസൈറ്റ് ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ പാരസൈറ്റ്സ് ഉണ്ടെങ്കിൽ എൻഡമീബ ഒരു എക്സാമ്പിളാണ് ഇവിടെ അമീബോയ്ഡ് പ്രോട്ടോസോവനിൽ. ഫ്ലജല്ലേറ്റഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ദേ വിൽ ഹാവ് ഫ്ലജല്ല, അവർക്ക് ഫ്ലജല്ല ഉണ്ടാവും. പിന്നെ ഒരു ഡിസീസിൻ്റെ എക്സാമ്പിൾ പറയും. സ്ലീപ്പിംഗ് സിക്നസ് ആണ് ഇവിടെ പറയുന്നത്. ട്രിപ്പനോസോമയാണ് അതിന് എക്സാമ്പിൾ പറഞ്ഞത്. നേരത്തെ ഇതായിരുന്നു എൻഡമീബ അല്ലേ. സിലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണെങ്കിൽ അവർക്ക് സിലിയ ഉണ്ടാവും. പിന്നെ എന്താണ് മേജറായിട്ടുള്ള ഫീച്ചർ? നമ്മൾ ആരെ ആലോചിക്കണം? പാരമീസ്യത്തിന് ആലോചിക്കണം. പാരമീസ്യത്തിന് എന്തുണ്ട്? ഗുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിലൂടെ വെള്ളം കയറിയിട്ട് ആരുടെ സഹായത്തോടെ? സിലിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് വഴി വെള്ളം ഗുള്ളറ്റിലൂടെ കയറിയിട്ട് അവരങ്ങനെയാണ് ഫുഡ് എടുക്കുന്നത്. പാരമീസിയമാണ് എക്സാമ്പിൾ. പിന്നെ ലാസ്റ്റ് സ്പോറോസോയിൻ. അവർക്ക് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട് അവരുടെ ലൈഫ് സൈക്കിളിൽ. അതിനൊരു എക്സാമ്പിൾ എന്താ? മലേറിയ ഉണ്ടാക്കുന്ന നമ്മളെ മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം ഈ സ്പോറോസോയിനാണ്. ഇവരെന്തുണ്ടാക്കും? നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ്. അപ്പോൾ അത്രയാണ് നമ്മളെ കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ അപ്പോൾ ഒന്ന് നോക്കിക്കേ. കിങ്ഡം മുനീറ കഴിഞ്ഞിട്ട് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഏതൊക്കെയാണ് വരുന്നത്? കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫ്ലജല്ല, സിലിയ എന്നൊക്കെ പറയുന്ന ടേംസ് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് അല്ലേ. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലൈറ്റ്സ്, യൂക്ലിനോയിഡ്സ്, സ്ലൈം മൗൾസ്, പ്രോട്ടോസോയിൻസ്, ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തത്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലൈറ്റ്സ്, യൂക്ലിനോയിഡ്സ് നമ്മളൊരു വീഡിയോയിൽ പഠിച്ചു. സ്ലൈം മൗൾസും പ്രോട്ടോസോയിൻസും ഇന്ന് പഠിച്ചില്ലേ? സ്ലൈം മൗൾസും പ്രോട്ടോസോയിൻസും സെറ്റാക്കി. എന്താണ് ക്രൈസോഫൈറ്റ്സ് ഓർക്കുന്നുണ്ടോ? ഡൈനോഫ്ലജലൈറ്റ്സ്, ഫ്ലജല്ല ഉണ്ട്. പിന്നെന്താ? ബയോലുമിനസെൻസ്, അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾട്ട്, പ്രോട്ടോസോയിൻസ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം അത്രയല്ല നമ്മളെ കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പോൾ കിങ്ഡം മുനീറ കഴിഞ്ഞു, കിങ്ഡം പ്രോട്ടിസ്റ്റ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഏക കിങ്ഡം ഏതാണ്? കിങ്ഡം ഫംഗിയാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, പേടിക്കാനൊന്നുമില്ല. നമ്മളെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അങ്ങനെ അങ്ങോട്ട് തീരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ, ബൈ.